ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേസ് സ്പീഡിലേക്ക് സ്വാഗതം. നമ്മൾ S1 മാത്തമാറ്റിക്സ് 2024 സ്കീം ഗ്രൂപ്പ് പി ആൻഡ് ഗ്രൂപ്പ് സിയുടെ സിലബസ് ആണ്, മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ +2 ശേഷം അതിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ് S1 നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. അതിൽ പല ടോപ്പിക്സിന്റെ ബാക്കിയാണ് നിങ്ങൾ S1 പഠിക്കുന്നത്. ഇതിൽ ഗ്രൂപ്പ് ബിക്കും ഗ്രൂപ്പ് സിക്കും സെയിം മാത്തമാറ്റിക്സ് ആണ് S1 പഠിക്കാനുള്ളത്. നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം. ഇവിടെ കാണിച്ചിട്ടുണ്ട് സെമസ്റ്റർ 1 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് സയൻസ് 1. ഓക്കെ, അപ്പോൾ കോമൺ ടു ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി. ഗ്രൂപ്പ് ബിക്കും ഗ്രൂപ്പ് സിക്കും കോമൺ ആണ് മാത്തമാറ്റിക്സ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് S1 മാത്തമാറ്റിക്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സിംഗിൾ വേരിയബിൾ കാൽക്കുലസ് ആൻഡ് മെട്രിക് ഓപ്പറേഷന്റെ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ S1 മാത്തമാറ്റിക്സിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് 40 ആണ്, എൻഡ് സെം എക്സാമിന് 60 ആണ് മാർക്ക്. അതായത് ടോട്ടൽ ഗ്രേഡിംഗ് വരുന്നത് 100-ലായിരിക്കും ഗ്രേഡിംഗ് വരുന്നത്. ഇതിപ്പോ ഇതിന്റെ മാത്രമല്ല, നിങ്ങൾ ഏത് സബ്ജക്ട് പഠിച്ചാലും അതിൻ്റെത് എൻഡ് സെം എക്സാമിന്റെ മാർക്ക് 60-ലാണ് മാർക്ക് വരുന്നത്. 60 മാർക്കിന്റെ പരീക്ഷ 2.5 മണിക്കൂറിന്റെ പരീക്ഷയാണ് വരുന്നത്. നമുക്ക് സിലബസ് ഓരോ മൊഡ്യൂൾ, നിങ്ങൾക്ക് 4 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ആണ്. അതായത് മെട്രിക്സിന്റെ നമ്മൾ +2 മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ് പഠിക്കുന്നത്. ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഗോസ് എലിമിനേഷൻ, റോ എക്കലോൺ ഫോം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. വളരെ എളുപ്പമാണ്. അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെട്രിക്സിന്റെ ഒക്കെ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഈ ഒരു ചാനൽ ഞാൻ ഇടുന്നുണ്ട്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നേരെ മൊഡ്യൂൾ 2ലേക്ക്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ +2 പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ബിടെക്കില് മൊഡ്യൂൾ 2-ലാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബാക്കി. ഹോമോജീനിയസ് ലീനിയർ ODE, സെക്കൻഡ് ഓർഡർ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ജനറൽ സൊല്യൂഷൻ. ഇപ്പോൾ ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും ഉണ്ട്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ കാണുന്നത് ഒക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. അതിന്റെ കുറച്ച് കേസുകളൊക്കെ ഉണ്ട്, പർട്ടിക്കുലർ സൊല്യൂഷൻ, അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ ലാപ്ലേസ് ട്രാൻസ്ഫോം. അത് പുതിയതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ്, അപ്പൊ അതിന്റെ കുറച്ചധികം പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാലാമത്തേത് സീരീസിനെയാണ്. നമ്മൾ നേരത്തെ സീരീസ് ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ പുതിയതായിട്ട് ടൈലർ സീരീസ് എന്താണ്, മക്ലോറിൻ സീരീസ് എന്താണ്, ഫൊറിയർ സീരീസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ മാത്തമാറ്റിക്സിന്റെ എങ്ങനെയാണ് എക്സാമിന്റെ സ്കീം എന്ന് നോക്കുക. എക്സാം പാറ്റേൺ നോക്കി. ഞാൻ പറഞ്ഞായിരുന്നു ടോട്ടൽ 100 മാർക്കാണ് ഗ്രേഡിംഗ് വരുന്നത്. 60 മാർക്കിന്റെ പരീക്ഷ, 40 മാർക്കിന്റെ ഇന്റേണൽ. ഇന്റേണലിന്റെ നോക്കിയ 40 മാർക്ക് ഇന്റേണൽ എന്ന് പറയുമ്പോൾ അറ്റൻഡൻസിൽ 5 മാർക്ക് ഉണ്ട്, അസൈൻമെന്റ് മൈക്രോ പ്രോജക്ട് 15 മാർക്ക്, 2 ഇന്റേണൽ എക്സാം ആണുള്ളത്. 2 ഇന്റേണൽ എക്സാമും 10 മാർക്കിന്റെ ആണ് ഇന്റേണൽ എക്സാം എഴുതേണ്ടത്. ടോട്ടൽ 40 മാർക്ക്. ഇപ്പൊ നിങ്ങളുടെ കോളേജ് ചിലപ്പോൾ ഇന്റേണൽ എക്സാം ചിലപ്പോൾ 50 മാർക്ക്, അതിനെ കൺവെർട്ട് ചെയ്ത് 10ലോട്ട് ആക്കിയിട്ടുള്ള മാർക്കാണ് നിങ്ങൾക്ക് ഇടുന്നത്. ഓക്കെ, ഇനി എൻഡ് സെം എക്സാമിന്റെ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ആണ്, ഓരോ 4 മൊഡ്യൂളാണ്. ഓരോ മൊഡ്യൂളിനകത്തും 2 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും 3 മാർക്ക്, അങ്ങനെ 24 മാർക്ക്. ഓക്കെ, ഇനി പാർട്ട് ബിയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ബിയിൽ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്കാണുള്ളത്. 2 ക്വസ്റ്റ്യൻ വീതമുണ്ട്, ഓരോ മൊഡ്യൂളിനകത്തും 2 ക്വസ്റ്റ്യൻ. ഒരെണ്ണം മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ഓവറാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ തരും, ഓരോ മൊഡ്യൂളിനകത്തും ഇഷ്ടമുള്ള അറ്റൻഡ് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യനും 3 സബ് ഡിവിഷൻ ഉണ്ടെന്നും കൂടെ അവർ പറയുന്നു. അങ്ങനെ 4 മൊഡ്യൂളിനകത്തു നിന്നും കൂടെ 9 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ, 36 മാർക്ക്. അപ്പൊ ഇങ്ങനെയാണ് ടോട്ടൽ 60 മാർക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആണ് S1 മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ മാത്തമാറ്റിക്സിന്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിനകത്ത് ഇടുന്നതായിരിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ KT ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ട്രേസ് KTന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ട്രേസ് KTന്റെ തന്നെ S1 സ്റ്റുഡൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ താല്പര്യമുള്ളവർ അതിൽ കൂടി ജോയിൻ ആകുക. താങ്ക് യു.